കേരളീയർ സാക്ഷരതയിൽ ഒന്നാമതാണ്. നമ്മുടെ വലിയ വിവരമുള്ളവരാണ്. നമ്മൾ കഴിഞ്ഞ ലോകത്ത് ഏതൊരു രാജ്യമുള്ളൂ, നമ്മൾ നമ്പർ 1 ആണ്. എല്ലാറ്റിലും നമ്മൾ നമ്പർ 1 ആണ്. ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ചിലർ വേദികളിൽ. എന്തോന്ന് നമ്പർ 1 ആണെന്നാണ്? ഏത് കാര്യത്തിൽ നമ്പർ 1, ഏത് കാര്യത്തിൽ നമ്പർ 2, ഏത് കാര്യത്തിൽ നമ്പർ 0? പരസ്പര സ്നേഹത്തിൽ 0. അയൽക്കാരൻ്റെ വേലി പറിക്കുന്നതിലാണ് പ്രധാന താല്പര്യം. അളവ് കൂറ്റി മാറ്റിയിടുന്നതിലാണ് താല്പര്യം. ചെറിയ കാര്യത്തിൽ കുത്തിക്കൊല്ലുന്നതിലാണ് താല്പര്യം. ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷങ്ങൾ കേരളത്തിലില്ല, കുറേ വർഷങ്ങളായി. പൊളിറ്റിക്കൽ മർഡേഴ്സ് കുറവാണ്. ഇവിടെ സംസാരിച്ച ബഹുമാനായിട്ടുള്ള രമേശ് ചെന്നിത്തല അവர்களுം മറ്റൊരു പ്രസംഗങ്ങളിലും ഞാൻ കുട്ടനാട് വർക്ക് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു. വാൾമുനയിൽ കൂടിയാണ് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. എപ്പോഴാണ് ജീവൻ പോകുന്നതെന്ന് അറിയത്തില്ല. RSSുമായി സംഘടനയാണ്. തലശ്ശേരിയിലാണ് തുടങ്ങിയത്. രണ്ടാമത് ബന്ധപ്പെട്ടത് കുട്ടനാട്ടിലാണ്. ഞാൻ താലൂക്ക് സെക്രട്ടറിയാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ പറ്റുമോ? ഞാൻ ആരെയും കൊന്നിട്ടുമില്ല, കൊല്ലാൻ ആരെയും അയച്ചിട്ടുമില്ല. അത് വേറെ കാര്യം. ഞാൻ ആയുധം കൊണ്ട് ഇന്നേ വരെ നടന്നിട്ടുള്ളൂ. കൊച്ചു വിച്ചാത്തി പോലും ഞാൻ കൊണ്ടു നടന്നിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവിടെ ഭയാനകമായ സ്ഥിതിയാണ്. അവിടുത്തെ പാർട്ടിയുടെ താലൂക്ക് 12 പഞ്ചായത്തുള്ള താലൂക്കിൻ്റെ കമ്മിറ്റിയുടെ ബോട്ട് ഓടിക്കുന്ന തങ്കപ്പൻ കുട നന്നാക്കാനുണ്ടോ, കുട നന്നാക്കാനെന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾ. കാക്കാലം സമുദായമാണ്, SC ആണ്. അയാളെ ഇടയ്ക്ക് പാർട്ടിക്ക് നല്ല വോട്ടുണ്ട് അവിടെ. അത് പാർട്ടിയുടെ ചെത്തുകൾ വഴിയുണ്ട്. അയാൾ പാർട്ടി ഉപയോഗിക്കും, അത് ഓടിക്കും ഇദ്ദേഹം. ആ വിരോധത്തിൽ രാത്രിയിൽ ഒരു 10-20 ആളുകൾ സംഘം ചേർന്ന് ഓംകാളി ഭദ്രകാളി വിളിച്ച് രാത്രി 12:30 മണിക്ക് പന്തവും കത്തിച്ച് അയാളുടെ കുടലും തീ വെച്ചു. ഒറ്റ വെട്ടിനയുടെ തലയങ്ങെടുത്തു. ബോഡി അവിടെ ഇട്ടു. എന്നിട്ട് തല മാത്രം തലമുടിയിൽ പിടിച്ച് രക്തം വാർന്നൊഴുകുമല്ലോ. നേരെ അവിടെ നിന്ന് 1 കിലോമീറ്റർ പോയി മങ്കമ്മ പാലത്തെ കൊണ്ടുവച്ചു. രാവിലെ എഴുതേക്കുമ്പോൾ ഇതാണ് കാണുന്നത് ജനങ്ങൾ. ലോകത്തിങ്ങനെ, കേരളത്തിൽ ഇങ്ങനെ കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. കൊന്നിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ തല വെട്ടിയെടുത്ത് ഘോഷയാത്ര നടത്തുക, ഓങ്കാളി ഭദ്രകാളി വിളിക്കുക. അപ്പോൾ M. ഗോവിന്ദനായരും EMSും AKGയും AKNയൊക്കെ ഇവിടെ വന്നു. ഞാൻ താലൂക്ക് സെക്രട്ടറി അല്ലേ. അവിടെ 144ആയി. പിന്നെ അവിടെ അങ്ങ് ഇരിക്കാനാവില്ല. അവിടെ നിന്ന് 7 കിലോമീറ്റർ കിഴക്ക് രാമഗിരി പോയിരിക്കണം. ഇതൊക്കെ സംഭവിച്ചു. ഇപ്പം അത്ര ഒരു സംഘർഷവും ഇല്ല. ഇപ്പം സംഘർഷമെല്ലാം വീട്ടിനകത്ത്. അച്ഛൻ അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, മകൻ അച്ഛനെ അമ്മയും കൊല്ലുന്നു. കുടുംബത്തിനകത്ത് കൊലപാതകം, അയൽക്കാരെ കൊലപാതകം. പ്രണയം നിരസിച്ചാൽ കൊല്ലുക, പ്രണയം സമ്മതിച്ചാൽ പ്രണയിച്ച് കൊല്ലുക. എന്തെല്ലാമാണ് നടക്കുന്നത്? ഇത്രയും സോഷ്യൽ മർഡേഴ്സ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിച്ച് 10 വർഷമായിട്ട് നടന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇല്ല. എന്ത് സ്നേഹമില്ല. അയൽക്കാർക്ക് പോലും അത് താല്പര്യമില്ല. അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. എന്തെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിക്കും. എത്ര സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്? ഇതെന്താ കേരളത്തിൽ നടക്കുന്നത്? ഇതാണ് നമ്പർ 1. ലോകത്തേതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ സാമൂഹികമായ മർഡർ നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ 0 ആണ് ലോകത്തിൽ. ഈ കാര്യത്തിൽ ഏറ്റവും മോശമാണ്. എന്താ ഇതിൻ്റെ കാരണം? ഇവിടെ പറയുന്ന ഫിലോസഫിയൊന്നും ജനഹൃദയങ്ങളിലില്ല. അതെല്ലാം ഒരു അലങ്കാരമായി മാറിയിരിക്കുകയാണ്. ആഡംബരത്തിൻ്റെ പ്രതീകമായി ഫിലോസഫികൾ മാറിയിരിക്കുകയാണ്. വലിയ കെട്ടിടങ്ങളും വലിയ പ്രതിമകളും വലിയ തരത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങളൊക്കെ സൃഷ്ടിച്ച് അവിടെ പണക്കാരൻ്റെ തണ്ടും തനിമയുമാണ് കാണിക്കുന്നത്. സാധാരണക്കാരനവിടെ വെറും പരിഗണനയില്ലാത്ത വെറും ഭക്തൻ മാത്രം. ഇതാണ് ഭക്തി തന്നെ ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്ന ഒരു സമൂഹം. കേരളം പോലെ ഇവിടെയില്ല. ഇതൊക്കെ നാം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇതേപ്പറ്റിയൊക്കെ എഴുതേണ്ടതാണ്. വയലാർ രാമവർമ്മയൊക്കെ ഇത്തരം കള്ളഭക്തിയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. വിപ്ലവകരമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കവികളും എഴുത്തുകാരും കൈകാര്യം ചെയ്യേണ്ട സാമൂഹ്യ പ്രശ്നമാണിത്. എന്ത് സോഷ്യലിസമാണ് ഇവിടെ വരുന്നത്? അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മകൻ, അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൾ, ഇതെന്ത് സോഷ്യലിസമാണ്? എങ്ങനെ സോഷ്യലിസ്റ്റ് ചെയ്താകുന്നത് ഇവരുടെ ഇടയിൽ? ഉണ്ടായിരുന്നത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. വളർത്തിയെടുത്തൊരു ബോധമുണ്ടായിരുന്നു. ആ ബോധത്തിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ചരിത്രം പുറകോട്ട് നോക്കി പഠിച്ച് ഭാവി നല്ല ചരിത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ചരിത്രം രചിക്കുക. അതിനെ ശ്രീധരനൊക്കെ ഉയർത്തിപ്പിടിച്ച ഹ്യൂമനിസം, മാനവികത, മനുഷ്യത്വം, അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. ഒരൊറ്റ മതമുണ്ട് ഉലകിന് ഉയരാം പ്രേമമതം നല്ലോ എന്ന് ഉള്ളൂർ പാടിയിട്ടുണ്ട്. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്.
പക്ഷേ ആ പ്രേമം, ആ സ്നേഹം എവിടെ? ഉള്ളൂരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നിരിക്കും. അന്ന് ജന്മിയും കുടിയാനും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങളാണെന്നുള്ളത്. വർഗപരമായിരുന്നു അത്, പക്ഷെ അവർ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പം എന്താ? ഇപ്പം ജന്മിത്വമൊന്നും പഴയ രൂപത്തിലില്ലല്ലോ. മുതലാളിത്തമാണല്ലോ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്, വലിയ വലിയ മുതലാളിമാർ. പിന്നെ മുതലാളിത്തത്തോട് സ്നേഹം വന്നിരിക്കുകയാണ് കേരളത്തിൽ. ഒരു മാടക്കടക്കാരനെ പോലും മുതലാളി എന്നേ വിളിക്കത്തുള്ളൂ. ഒരു മാടക്കടക്കാരനെ മുതലാളി എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനേജർ എന്ന് വിളിക്കുന്നുണ്ട്. ഹോട്ടലിൽ ചെന്ന ഉടനെ പ്രത്യേക ബഹുമാനം. മുതലാളിത്തത്തോട് സ്നേഹമാണ്. കാരണം മുതലാളിത്തം 20-ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധപകുതി മുതൽ ഇങ്ങോട്ടും 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ നൂറ്റാണ്ട് സംഭാവന ചെയ്തിരിക്കുന്നത് എന്താ? ലിബറലൈസേഷനാണ്. ലിബറലൈസേഷൻ സാമ്രാജ്യത്തിൻ്റെ ഉൽപ്പന്നമാണത്. LPG, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. എന്താ ലിബറലൈസേഷൻ? പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കുക, അതാണ് ലിബറലൈസേഷൻ. ഹാർഡായ പ്രത്യയശാസ്ത്രമൊന്നും പറ്റില്ല. നിങ്ങൾ സുഖമായി ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കുക. എങ്ങനെയും പണം ഉണ്ടാക്കുക, അതേത് വഴിയാണെന്നൊന്നും നോക്കണ്ട. നാണം കെട്ടും പണം നേടിത്തന്നാൽ നാണക്കേടാത്ത പണം മാറ്റിക്കൊള്ളുന്ന കേട്ടില്ലേ? അത് ലിബറലൈസേഷൻ്റെ പഴയകാല ഒരു മുദ്രാവാക്യം. അത് ലിബറലൈസേഷൻ ഇല്ല. ഇപ്പം അത് ആപ്തവാക്യമാക്കി മാറിയിരിക്കുന്നത്. എങ്ങനെയും പണം ഉണ്ടാക്കുക, അത് തട്ടിപ്പും വെട്ടിപ്പും, കള്ളത്തോട്ടാണെങ്കിൽ കള്ളത്തോട്ട്, കള്ളക്കച്ചവടം, എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇതല്ലേ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ ശരിയായ കേരളീയ മുഖം ഉയർത്തിപ്പിടിക്കാനുള്ള എന്ത് കാര്യമാണ് ഉള്ളത്? ഞാൻ ഈ പറഞ്ഞ കാര്യം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ നാട് നേരിടുന്ന വിപത്ത് ഇതാണ്. ലിബറലൈസേഷൻ്റെ വിപത്താണ്. അത് അമേരിക്കൻ സാമ്രാജ്യത്തെ ഉയർത്തിവിട്ട സാമ്പത്തികമായ ഒരു അനീതിയാണത്, ഈ ലിബറലൈസേഷൻ. അതുകൊണ്ട് നമ്മൾ അമിത ആഡംബരം ഉപേക്ഷിക്കണം. കല്യാണത്തിനൊക്കെ വെറുതെ ഈ പണം വാരി ചൊരിയുന്നത് കളയണം. സ്വർണത്തിൻ്റെ പുറകെയുള്ള ഈ വെറുതെയുള്ള ഭ്രമം, സ്വർണ്ണമൊക്കെ വാങ്ങിക്കണം വേണമെന്നല്ല, വെറുതെ ഒരു ഭ്രമം അതിനു വേണ്ടി, ഇതൊക്കെ ഉപേക്ഷിക്കണം എന്ന് ഏതെങ്കിലും മന്ത്രി പറയുന്നുണ്ടോ? ഏത് സാംസ്കാരിക നായകൻ പറയുന്നു? അഴീക്കോടുള്ളവർ പറയുമായിരുന്നു, സാനുമാഷ് പറയുമായിരുന്നു. ഇപ്പോൾ ഏത് സാംസ്കാരിക നായകനാണ് പറയുന്നത്? പറയൂ. ശരിക്കും ശൂന്യമായ ഒരു സാംസ്കാരിക രംഗത്തിലേക്ക് കടക്കുകയാണ്. അത് രാഷ്ട്രീയത്തെയും ബാധിച്ചിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ക്രിമിനലിസം രാഷ്ട്രീയത്തെ അടക്കി വാഴുകയാണ്. ക്രിമിനൽ ടെൻഡൻസി ഉള്ളവർ പാർട്ടികൾ കടന്നുകൂടിയിട്ട് ക്രിമിനൽ ടെൻഡൻസി ഉള്ള നേതാക്കന്മാരുടെ സഹായത്തോടെ അടക്കി വാഴുകയാണ് പഞ്ചായത്തുകളും നഗരസഭകളും അതുപോലെ തന്നെ ജില്ലകളുമൊക്കെ. അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ക്രിമിനലൈസേഷൻ നടക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ്. ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഇതിലേക്കാണ് കിടക്കുന്നത്. എന്ത് ആത്മാർത്ഥത, എന്ത് കാര്യം പറ. വേറൊരു പാർട്ടിയിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ, തൻ്റെ എതിരായ പാർട്ടിയിലാണ് ആകാതിരിക്കാൻ ബിഷപ്പിനെ കൊണ്ട് ആ പാർട്ടിയിലെ അവരുടെ സഹോദരനെ കൊണ്ട് ഇവർ മത്സരിക്കേണ്ട എന്ന് പറയിപ്പിക്കുന്ന രാഷ്ട്രീയം വന്നിരിക്കുകയാണ്. അത് വന്നിരിക്കുകയാണ്. കാരണം ഈ പറയിപ്പിക്കുന്ന ആളിൻ്റെ മണ്ഡലത്തിൽ അവർ മത്സരിച്ചാൽ അവരങ്ങ് ജയിക്കും, ഇയാളങ്ങ് നോക്കും. അവിടെ അവർ മത്സരിക്കാൻ പാടില്ല. സഹോദരന് സീറ്റ് കൊടുത്ത അദ്ദേഹത്തിൻ്റെ പാർട്ടി, അത് മതി. അപ്പം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ സാധാരണക്കാർ ഇതുപോലെ അറിയുന്നോ? ഇതൊക്കെ അതാണ് പൊളിറ്റിക്കൽ ക്രിമിനലിസം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തണൽ ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ട് എതിരാളിയുടെ തന്തയ്ക്ക് വിളിക്കുക. 10-70 വർഷം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ഇന്നലെ വന്ന കള്ളുകൂടിയനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് തന്തയ്ക്ക് വിളിക്കുക ഫേസ്ബുക്കിലൂടെ. എന്നിട്ട് നേതാവിൻ്റെ കൂടെ അടുത്ത ദിവസം ഇയാളെ കാണാം. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? മനസ്സിലാക്കണം. ഇതൊക്കെ മാറണമെങ്കിൽ നല്ല പബ്ലിക് അവയർനെസ്. ഒരുപക്ഷെ പിന്നീട് പേര് പറഞ്ഞാൽ പറയേണ്ടി വരും. അവിടെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇവരൊന്നും ഒന്നും അല്ലാതാവണം ഇവിടെ. ഇപ്പം ഞാനോ രമേശ് ചെന്നിത്തല എവിടെ ഇരിക്കുന്നവർ ഒരാളും പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൊണ്ട് നടന്നിട്ടില്ല. അവരെ കൊണ്ടൊരു കാര്യവും സാധിച്ചിട്ടില്ല. അവരുമായിട്ട് അകന്നു നിൽക്കുകയേ ചെയ്യുള്ളൂ. കാരണം അപകടകരമായൊരു കാര്യമാണിത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ സന്മാർഗമില്ലാതായിരിക്കുന്നു. ധർമ്മത്തിൽ കൂടി ചരിക്കണമെന്നും സത്യത്തിൽ കൂടി ചരിക്കണമെന്നും സംഘബലമായി ചരിക്കണമെന്നും ശ്രീബുദ്ധൻ പറഞ്ഞു. സത്യം ചര, സംഘം ധർമ്മം ചര, സംഘം ചര എന്നുള്ള ശ്രീബുദ്ധൻ്റെ 3 മുദ്രാവാക്യം. നമ്മളൊന്നും ബുദ്ധമതക്കാരല്ലെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും മഹത്തായ ഒരു മതമാണ് ബുദ്ധിസം.
എല്ലാ മതങ്ങളുടെയും സാരാംശം ഇതല്ലേ? മതങ്ങളെല്ലാം നമ്മളുടെ ശക്തമല്ലേ? എത്രയോ പള്ളികൾ, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളികൾ, ക്ഷേത്രങ്ങൾ, എന്ത് പ്രയോജനം? മനുഷ്യൻ നന്നാവുന്നുണ്ടോ? അവിടെ വന്ന് ഭജിക്കുന്നവരിൽ എത്ര പേര്? പക്ഷെ പാവപ്പെട്ട സ്ത്രീകളെ ഞാനങ്ങ് വിടുന്നു. അവർ പാവങ്ങൾ. എവിടെ നന്നാവുന്നു? എല്ലായിടത്തും അമ്പലവും ക്ഷേത്രവും സർവത്ര ഇല്ലേ? പള്ളികളും. മനുഷ്യൻ നന്നാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മതം വിചാരിച്ചടന്ന് മനുഷ്യനെ നന്നാക്കാനെന്ന്. കാരണം മതവും വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, ലിബറലൈസേഷൻ വിധേയമായിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായ പോരാട്ടം നടത്താൻ ആരുടെ ജോലി? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ജോലിയാണ്, മതങ്ങളുടെ ജോലിയല്ല. മതം വിചാരിച്ചാൽ ഇതിനെതിരെ പോരാടാൻ പറ്റില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ജോലിയാണ്. ആ ജോലി നിർവഹിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സന്മാർഗവാദികളെല്ലാം ചവിട്ടിയരയ്ക്കപ്പെടും. ക്രിമിനലുകൾ മാത്രമേ കാണുകയുള്ളൂ. പിന്നെ ഇവിടെ ചോരപ്പുഴ മാത്രമായിരിക്കും. ഇലക്ഷനൊന്നും നടക്കത്തില്ല, സംഘടനമായിരിക്കും പോളിംഗ് ബൂത്തിൽ. അറിയാമോ? എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എനിക്ക് കേന്ദ്രസേനയെ കൊണ്ടുവരേണ്ടി വന്നു. ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തു. എല്ലാ പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിൽ 5 കേന്ദ്ര റിസർവ് പോലീസുകാർ പട്ടാളക്കാർ നിൽക്കുക. ഒരു കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ ബൂത്തിൽ വരുന്ന വോട്ടർമാരെ തടയുക, കലാപം ഉണ്ടാക്കുക, ടെലിവിഷൻ വാർത്ത കൊടുക്കുക, അമ്പലപ്പുഴ കുഴപ്പം നടക്കുന്നു, ആരും വോട്ട് ചെയ്യാൻ പറ്റരുത്. ഇത് പ്ലാൻ ചെയ്തിരുന്നു. ഒരു സീറ്റിന് വേണ്ടി കേന്ദ്രസേന വന്നു. അവരെല്ലാ ബൂത്തും വേണ്ട പോലെ നോക്കി. അവിടെ യാതൊരു കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോൾ വോട്ടെണ്ണുമ്പോൾ സൂക്ഷിക്കണം. പഴയ പോലെയല്ല വോട്ടെണ്ണുന്നത്. നല്ല സൂക്ഷ്മമായി നോക്കുന്നയാൾ, കണ്ണ് കാണുന്ന ആളും ബുദ്ധിയുള്ള ആളും. അല്ലെങ്കിൽ ആ യന്ത്രത്തിൽ നിന്ന് എഴുതിയെടുക്കുന്നത് മാറ്റി എഴുതാ ഉദ്യോഗസ്ഥന്മാർ. എൻ്റെ വോട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വോട്ട് എനിക്ക്. എൻ്റെ വോട്ട് കൂടുതലായിരിക്കാം, നിങ്ങൾക്ക് കിട്ടും. കുറവായിരിക്കും, എനിക്ക് കിട്ടും. കൂട്ടുമ്പോൾ സംഭവിക്കാം. പിന്നെ അതൊക്കെ വന്ന് രണ്ടാമതെണ്ണി ആകെ ബഹളായൊക്കെ ആവില്ലേ? ഇതെല്ലാം ചെയ്യും. കാരണം രാഷ്ട്രീയമുള്ളവരാണ് ഈ കൗണ്ടിങ് ഓഫീസർമാർ. യൂണിയൻകാരാണ് കൊടുക്കുന്നത്. സംഘടനകൾ, NGOമാരുടെയും ഗസറ്റ് ഓഫീസർമാരുടെയും സംഘടനകളിൽ നിന്നാണ് ഇവരെ എടുക്കുന്നത്. അവർ ചോദിച്ചു വാങ്ങും. അത് കലക്ടർമാർ വഴങ്ങും. അവരുടെ രാഷ്ട്രീയം കാണിക്കും. അതൊന്നും ഉണ്ടാവാതെ കൃത്യമായി യന്ത്രത്തിൽ കാണുന്ന വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഉത്തരവാദിത്തത്തോടെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കുക തന്നെ വേണം. യഥാർത്ഥ റിസൾട്ട് വെളിയിൽ വരണം. അപ്പം തന്നെ എവിടെയോ തുറന്നിട്ട ഒരു ഉദ്യോഗസ്ഥൻ കയറിയെന്നാണ് പറയുന്നത്. എന്ത് ധൈര്യമാണേക്ക്? അവിടെ പോലീസ് വടിയും പിടിച്ച്, വടിയല്ല തോക്കും പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അവിടെ ജോലി എന്തായിരുന്നു? അപ്പോൾ ഇവിടെ വിചാരിച്ചാൽ നടക്കും. ഇതൊന്നും ശരിയല്ല. ഇങ്ങനൊന്നും ജയിച്ചതുകൊണ്ടൊന്നും ഒരു ജയമാവില്ല. ജനങ്ങൾ നിരാശപ്പെടുകയുള്ളൂ. വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ടാവും. ഇവിടെ സംസാരിച്ച പലരും കമ്മ്യൂണിസത്തെ പറ്റി, കമ്മ്യൂണിസ്റ്റുമാരുടെ ദയനീയത, ഞാനിതിലൊന്നും കിടക്കുന്നില്ല. എവിടെയാണോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നൊരു പാർട്ടി മാറിപ്പോകണത് അവിടെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാവും. അത്രയേ ഉള്ളൂ. അതൊരു മഹത്തായ ആശയമാണ്, സ്വപ്നമാണ് മനുഷ്യൻ്റെ. ഇന്നോ നാളെയോ സാക്ഷാത്കരിക്കില്ല. പക്ഷെ വിദൂര ഭാവിയിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടേ വരൂ. കമ്മ്യൂണിസത്തിൽ രാജ്യങ്ങളില്ല. സോഷ്യലിസം പോലും കമ്മ്യൂണിസത്തിന് താഴെയുള്ള ഒരു സങ്കല്പമാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന് സോഷ്യലിസമായി നല്ലപോലെ വികസിച്ചു. ഓരോരുത്തർക്കും ആവശ്യമുള്ളതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു. ആർക്കും കൊടുക്കാതെ എല്ലാവർക്കും ഉണ്ട് ഇഷ്ടംപോലെ കൊടുക്കാൻ. ഉൽപ്പാദനം വർദ്ധിക്കുന്നു. അപ്പോൾ ആരും എടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമില്ല, ലാഭം നോക്കേണ്ട കാര്യമില്ല. സമർത്ഥസുന്ദരമായ ഒരു കാലം ഏതോ കാലത്ത് വരും. അതിന് പല ഘട്ടങ്ങൾ കടന്നു പോകണം. എത്രയോ കാലം കഴിയണം. സോഷ്യലിസം ഉണ്ടായ സോവിയറ്റ് യൂണിയൻ പോലും നടന്നു പോയില്ലേ? 14 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 4 ഉള്ളൂ. 10 പോയില്ലേ? യൂറോപ്പിലെല്ലാം പോയത്. ഏഷ്യയിലുള്ള വിയറ്റ്നാമും ലാവോസും കംബോഡിയയും ചൈനയൊക്കെ നിൽക്കുന്നത്. പിന്നെ ക്യൂബയാണ്, പിന്നെ കൊറിയ, വടക്ക്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിച്ച പോലുള്ള സോഷ്യലിസമല്ല. പരിവർത്തനം അവിടെയും വന്നിട്ടുണ്ട്. എന്നാലും ഒരു മുതലാളിത്ത ക്രമമല്ല. ഉണ്ടായത് തന്നെ പകുതി പോയി. അപ്പോൾ ഉണ്ടായത് തന്നെ പോകും, പിന്നെയും വരാം. അപ്പോൾ ഇത് വലിയൊരു പ്രക്രിയയാണ്. എവിടെയാണോ ആശയങ്ങളിൽ അടിയുറച്ചത്, അതായത് എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള, എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശമുള്ളതാണ് ഭൂമി എന്നുള്ള സങ്കല്പത്തിലാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തെ ആരും എതിർക്കില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ ബന്ധുക്കളുടെയും കാര്യങ്ങൾ നോക്കുകയും ദാസ് ക്യാപിറ്റലല്ല, വെറും ക്യാപിറ്റലാണ് എൻ്റെ ലക്ഷ്യം എന്ന് ശ്രീധരൻ പറയുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവരെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യാതൊരു ജോലിയില്ലാതെ, ഒരു തുള്ളി വിയർപ്പൊഴുക്കാതെ കോടീശ്വരന്മാരാവുന്നു പലരും.
മക്കളെയൊക്കെ മുത്തൂറ്റനും അവിടെ ഇവിടെ എല്ലാം കെട്ടിച്ചു കൊടുക്കുന്നു. 1-1.5 ഏക്കർ പുരയുടെ വരും നാട്ടിൻപുറത്ത് വരണ്ട പുരയുടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പുല്ല് കോടീശ്വരന്മാരായിരിക്കുന്നത്. വലിയ വലിയ നേതാക്കന്മാരാണ് അവർ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ളവർ വളർന്നു വരികയാണ്. ഇതുപോലെ ഗൗരവതരമായ ഒരു കാലഘട്ടമാണ് കേരളം. വലിയ പ്രതിസന്ധിയാണ് ഇവിടെ നേരിടുന്നത്. ആ പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. കോൺഗ്രസിനും പ്രതിസന്ധിയുണ്ട്, അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കമ്മ്യൂണിസ്റ്റ് പക്ഷേ കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. അത് തുല്യമായിട്ട് വേറൊരു പാർട്ടിയില്ല. രാജ്യത്തിന് അധികാരമില്ല, പ്രതിപക്ഷത്താണെങ്കിലും രാജ്യത്ത് എല്ലായിടത്തുമുള്ള മതനിരപേക്ഷ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. അപ്പോൾ അതിന് ഭാവിയുണ്ട്. അത് ശരിയായ തരത്തിൽ കഴിഞ്ഞ കാല വീഴ്ചകളൊക്കെ മാറ്റി നല്ല കറക്റ്റായിട്ട് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അതിനകത്ത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ബഹുമാനായ രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞാൻ ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ചോദിച്ചാണ് ഞാൻ പ്രഖ്യാപിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തളത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണ്, ജനകീയ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നതാണ് പറഞ്ഞു. ഒരു പാർട്ടിയായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. 6 മാസം മുമ്പേ തുടങ്ങിയതാണ് ചർച്ച എന്നൊക്കെ ബഹുമാനായ പിണറായി സാഹു പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന കള്ളക്കണക്കുകളായിരിക്കുമല്ലോ എല്ലാം. നേരായ കണക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് ചർച്ച? ഒരു ചർച്ചയുടെയും കാര്യമില്ല. മകനോടും ഭാര്യയോടും അല്ലാതെ ഞാൻ വേറെ ആരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ആലോചിച്ചിട്ടില്ല, അയലത്തുകാരോട് പോലും ആലോചിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, വെറും സ്വതന്ത്രനായാലും. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. പറഞ്ഞല്ലോ അദ്ദേഹം, ഞാൻ പിന്തുണയ്ക്ക് എഴുതി കൊടുത്തില്ല, അവരെന്നെ അടുത്ത് നിർബന്ധിച്ചില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതൊരാശ്വാസമായി. ജോലിയൊക്കെ അവർ ചെയ്തു. 70% പണം അവർ മുടക്കി. എനിക്ക് കിട്ടിയ പണം ഞാൻ ആ കമ്മിറ്റിക്കാരുടെ കയ്യിൽ കൊടുത്തു. ഞാൻ ഇലക്ഷൻ കാലത്ത് പണം പിരിക്കത്തേയിൽ ഒരു കാലത്തും, ഞാൻ 20 വർഷം MLA ആയിരുന്നല്ലോ, അതായത് 4 ടേം, ഒരിക്കലും ഞാൻ ഇലക്ഷന് അല്ല ഒരു കാലത്ത് ഞാൻ പണം പിരിക്കാൻ പോയില്ല. പക്ഷേ ഇലക്ഷൻ കാലത്ത് പണം തരും. യൂണിവേഴ്സിറ്റി ഞാൻ പ്രവർത്തിച്ചതല്ലോ, സിൻഡിക്കേറ്റ്. ഇവിടുന്ന് വരെ ജീവനക്കാരെ പണം പിരിച്ചുകൊണ്ട് എനിക്ക് തരും. ഇവിടുത്തെ ജീവനക്കാർ അവർ കൊണ്ടുതരും. 25,000 രൂപ ഇരിക്കട്ടെ, അല്ല 50,000 രൂപ ഇരിക്കട്ടെ. അങ്ങനെ ചെറുതും വലുതുമായ തുക കിട്ടിയതും ഞാൻ ആ കമ്മിറ്റി ഏൽപ്പിച്ചു. അപ്പോൾ എനിക്ക് യാതൊരു കടവും ഉണ്ടായില്ല, വലിയ ആർഭാടങ്ങൾ. പക്ഷേ നല്ലപോലെ എല്ലാ കാര്യങ്ങളും നടന്നു. അതിന് കോൺഗ്രസ് വലിയ സഹായം ചെയ്തു. അത് നന്ദിപൂർവ്വം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർക്കറിയാം. ഞാൻ വേറൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല, ചേർത്തുമില്ല. എന്നെ ആരും പുറത്താക്കിയിട്ടില്ല, ഞാൻ രാജിവെച്ചിട്ടുമില്ല. പക്ഷേ കൃത്യമായ സമയത്ത് ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടു. കാരണം മെമ്പർഷിപ്പ് സ്കൂളിന് പരിപാടിയുണ്ട് പാർട്ടിക്ക്, എല്ലാ വർഷവും ഉണ്ടത്. PB മെമ്പർ ആയാലും മെമ്പർഷിപ്പ് ഒതുക്കിയില്ലേ PB നിന്നും പോകും, പാർട്ടിയിൽ നിന്നും പോകും. അപ്പം മാർച്ച് മാസത്തിലാണ് ആ സ്കൂട്ടണി വരുന്നത്. ബ്രാഞ്ചിലെ സ്കൂട്ടണി മാർച്ചിലാണ്. ചിലപ്പോൾ ഏപ്രിൽ മെയ് വരെ സഹോദര കമ്മിറ്റിയുടെ വരെ സ്കൂട്ടണി കഴിയുമ്പോൾ മെയ് വരെയൊക്കെ ആവും. പല മഴയൊക്കെ ഉണ്ടെങ്കിൽ മാറി ഇരിക്കും. ഇലക്ഷൻ കാലത്ത് 1 മാസം അങ്ങോട്ട് നീളും. അപ്പം ഞാൻ ബ്രാഞ്ച് സ്കൂട്ടണി നടക്കുമ്പോൾ ഞാൻ പുതുക്കിയില്ല. 9,500 രൂപയാണ് ലെവി മത്സ്യങ്ങയും കൊടുക്കേണ്ടത്. എൻ്റെ MLA പെൻഷന് ലെവി വാങ്ങുകയാണ് 15%, 38,000 രൂപ കിട്ടും. അതിൽ നിന്ന് 15% കൊടുക്കണം. അല്ല, മുമ്പ് വരെ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. ഞാനത് പുതുക്കിയില്ല, അത്രയേ ഉള്ളൂ. ഞാനിത് ആരോടും പറഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി എന്നെ ഫോണിൽ വിളിച്ചു അങ്ങ് വിളിക്കുകയാണ്, പുതുക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ വരിക സംസാരിക്കുകയൊന്നും ചെയ്തില്ല, ഫോണിൽ കൂടിയാണ്. അല്ല, ഞാൻ പറഞ്ഞു ഞാനത് പുതുക്കുന്നില്ല. കാരണം എനിക്കവിടെ നിൽക്കാനൊക്കത്തില്ല. എൻ്റെ അച്ഛനെ വിളിച്ച ആൾ നിങ്ങളുടെ പാർട്ടിയിലെ LC മെമ്പറാണ്. അവൻ DYFI നേതാവാണ്. എങ്ങനെ ധൈര്യം ഉണ്ടായി? എൻ്റെ അച്ഛൻ രക്തസാക്ഷി G. ഭുവനേശ്വരനും കൂടെ അച്ഛനല്ലേ? ഭുവനേശ്വരനെ പറ്റി വലിയ വർത്തമാനം പറയുന്നുണ്ടോ നിങ്ങൾ? അവൻ്റെ അച്ഛനെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാപട്യം, നിങ്ങൾ വളർത്തുന്ന യുവതലമുറയുടെ രാഷ്ട്രീയമില്ലായ്മ, അവരുടെ ക്രിമിനലിസം, പൊളിറ്റിക്കൽ ക്രിമിനലിസം, അവരുടെ മദ്യപാനം, ഇത് സാർവത്രികമായി പടർന്നു പിടിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ മാത്രമാണെന്നല്ല, മറ്റു പാർട്ടിയിൽ ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ മാത്രമാണെന്ന് ആരും കരുതണ്ട. പക്ഷേ ഇതിലൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. മറ്റു പാർട്ടിയിലൊക്കെ ലേശം ഉണ്ടാവും, കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നിന്നിട്ട് വലിയ കാര്യമൊന്നും ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും ഇതുവരെ നടക്കത്തില്ല. വിപ്ലവം പോകട്ടെ, ഒരു പാർലമെൻ്ററി ഡെമോക്രാറ്റിക് ചേഞ്ച് പോലും നടക്കത്തില്ല. ഈ കഴിഞ്ഞ 5 വർഷം ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. ഒരു എന്തെങ്കിലും ചേഞ്ച് ഇവിടെ നടന്നോ? അതിന് മുമ്പത്തെ 5 വർഷം ഞങ്ങളെല്ലാം ഉണ്ടായിട്ട് നമ്മൾ എന്തെല്ലാം ഈ റോഡെല്ലാം നിർമ്മിച്ചില്ലേ? പാലങ്ങൾ എത്രയാണ് നിർമ്മിച്ചത്? ഇവിടെ തിരുവനന്തപുരത്തിന് അഭിമാന
എന്താ തിലകമായിട്ടുള്ള ലൈബ്രറി, സ്റ്റേറ്റ് ലൈബ്രറി എന്താ കെട്ടിടമോ ഉണ്ടല്ലോ അവിടെ പുസ്തകം വെക്കാൻ സ്ഥലമില്ല. അതുപോലെ ഒരെണ്ണം നിർമ്മിച്ചു കൊടുത്തു. രണ്ടിലേതാണ് ആദ്യത്തെ നമ്മൾ കണ്ടാൽ തിരിയുമോ? അതുപോലെ തന്നെ നിർമ്മിച്ചവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ് ഞങ്ങളുടെ PW നിർമ്മിച്ചാണ്, ബിൽഡിംഗ് ശിവ നിർമ്മിച്ചാണ്. ഇപ്പോഴത്തെ ഫൈൻ ആർട്സ് കോളേജ് പുതിയ കെട്ടിടം വേണം. ആ പഴയ കെട്ടിടത്തിൻ്റെ അതേ രൂപത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, തമ്മിൽ തിരിയത്തില്ല ഏതാണെന്ന്. മനോഹരമായി സിവിൽ സപ്ലൈസിന് 7 നിലയുള്ള മന്ദിരം പട്ടത്ത് നമ്മുടെ തിലോത്തമൻ ആവശ്യപ്രകാരം. ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്, താലൂക്ക് ആശുപത്രി എന്ന് തോന്നുന്നു. അവിടെ വലിയ കെട്ടിടം ഇതെല്ലാം നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. നിർമ്മിച്ചതെല്ലാം മനോഹരമായി നിൽക്കുന്നത്. 9 വർഷമായിട്ട് റോഡിലൊരു പോറൽ പോലും ഇല്ല. കേട്ടിട്ടുണ്ടോ ഇത്? 1.5 വർഷമാകുമ്പോൾ റോഡ് പൊളിയുമായിരുന്നല്ലോ. എന്താ പൊളിയാത്തതിൻ്റെ കാരണം അടങ്കൽ തുക പൂർണ്ണമായിട്ട് അവിടെ ചെലവഴിച്ചത് കൊണ്ടാണ്. പാക്കറ്റിൽ പോയില്ല. ഓറ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് വെച്ചത്. എന്താ? പഞ്ചവത്സര പദ്ധതിയുടെ തുകയിൽ 30-40% പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടി ഉൽപ്പാദന മേഖലയിൽ ചെലവാകുള്ളൂ. ബാക്കി അഴിമതിക്കാരായ ബ്യൂറോക്രാറ്റുകൾ, അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ, അതുപോലെ അഴിമതിക്കാരായ കോൺട്രാക്ടർമാർ വീതിച്ചെടുക്കുകയാണ്. ഇതാണ് ഓറ കമ്മീഷൻ റിപ്പോർട്ട്. സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ടാണ്. വീതിച്ചെടുക്കുകയാണ് 10-60%. എല്ലാ പബ്ലിക് വർക്ക്സിൻ്റെ സ്ഥിതി ഇതായിരുന്നു. അത് ഞങ്ങൾ മാറ്റി. 5 വർഷം അത് മാറ്റി. അതൊന്നും നടന്നില്ല. അവരെല്ലാം സഹകരിച്ചു. മനോഹരമായ റോഡുകൾ, മനോഹരമായ പാലങ്ങൾ, മനോഹരമായ കെട്ടിടങ്ങൾ. എഞ്ചിനീയർമാർക്കും വലിയ പേരായി. പല എഞ്ചിനീയർമാർ എന്നോട് പറഞ്ഞു, ഇപ്പം നാട്ടിൽ ചെന്നാൽ ആളുകൾ ഹസ്തദാനം തരുന്നുണ്ട്. പണ്ടാണ് തിരിഞ്ഞങ്ങ് പോകാമെന്ന് കള്ളൻ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. നല്ല ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ ബഹുമാനിക്കും, സ്നേഹിക്കും. ആരധികാരത്തിൽ വന്നാലും അഴിമതി എന്ന് പറഞ്ഞാൽ തൊട്ട് തീടാൻ പാടില്ല. സ്വന്തക്കാരനല്ല ആരും ആവട്ടെ. ഈ കർശന നിലപാടെടുക്കും. പേരും തമ്മിൽ കൈയും കാലും ഒന്നും വെട്ടണ്ട. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ശക്തമായ നിലപാടെടുക്കണം. എടുക്കും. അതിനുള്ള സാധ്യതയാണ്. എടുത്തേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ രാഷ്ട്രീയത്തെ പറഞ്ഞ് എൻ്റെ പാർട്ടി നിൻ്റെ പാർട്ടി എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഏത് പാർട്ടി ആയാലും ജനഹിതമനുസരിച്ച് മുന്നോട്ട് പോകും. അഴിമതി പാടില്ല, സ്വജനപക്ഷപാതം പാടില്ല. ഒരു ന്യായമായ കാര്യങ്ങൾ ന്യായമായി നടക്കണം. അടിസ്ഥാന വിഭാഗത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രത്യേക പരിഗണനയുണ്ടാണ്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക സമുദായങ്ങൾ, ലാറ്റിൻ, മുസ്ലിം, ന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ നാടാർ വിഭാഗമൊക്കെ പിന്നോക്കക്കാരാണ്. പിന്നോക്കക്കാരിലെ അവശ വിഭാഗക്കാരാണ് കൂടുതലും. മുന്നോക്ക സമുദായത്തിൽ ഒരുപാട് പാവങ്ങളുണ്ട്. അവരുടെ കാര്യം നോക്കണം. എല്ലാവർക്കും നീതി ഉറപ്പാക്കണം. ആരെയും തലക്കണം. ഭരണഘടനയായിരിക്കണം നമ്മുടെ മണിവിളക്ക്. അത് കുന്തോ കുടച്ചക്ര എന്നൊക്കെ പറയുന്ന ഒരു പരിചയം എങ്ങനെ ഇരിക്കും നമ്മുടെ ഈ നാട്? പറഞ്ഞില്ലേ കുന്തോ കുടച്ചക്രമാണെന്ന്? നാണമില്ലാതെ ഭരിക്കുകയല്ലേ കേരളം? ഭരണഘടന കുന്തോ കുടച്ചക്ര എന്ന് പറയുന്നതാണ് കേരളം ഭരിക്കുകയാണ്. നമ്മൾ നമ്പർ 1 അല്ലേ ലോകത്തെ? ഇത് അമേരിക്കയിലെങ്ങാണ് പറഞ്ഞതെങ്കിൽ ആയുഷ്കാല വിലക്കാണ് ഇലക്ഷൻ. അറിയാവോ? ഒന്ന് പറഞ്ഞു നോക്കാം. അവിടെ ആയുഷ്കാല വിലക്കാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനൊക്കത്തില്ല. ഇവിടെ എന്തോ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുക. കുന്നോ കുടച്ചക്രവും എന്താ? അതിൻ്റെ മാർജിനെല്ലാം കണ്ട അയാളൊക്കെ അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുന്നോ കുടച്ചക്രവും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ? ഭരണഘടനയുടെ മാർജിനാണോ നമ്മൾ വായിക്കുന്നത്? ആരെങ്കിലും എഴുതി വെച്ചാണോ വായിക്കുന്നത് കൈ കൊണ്ട്? ഭരണഘടന അച്ചടിച്ച് അതല്ലേ വായിക്കുന്നത്? ഇതെല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധമായ പ്രയോഗങ്ങളും ഒരു ജനപ്രതിനിധിയായി ഒരു നിമിഷം പോലും ഇരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ബിഷപ്പുമാരോ മറ്റുള്ളവരൊക്കെ സഹായിച്ച് ജയിച്ചു വരുന്നതുകൊണ്ട് മാത്രം കാര്യമായോ? വല്ല കാര്യമായോ? വേറൊരു സമുദായം വേറൊരിടത്ത് സഹായിക്കുക? അങ്ങനെയൊന്നുമല്ല. നല്ല ഭരണഘടനാ ബോധം വേണം. പുതിയ തലമുറയെ നന്നായി വളർത്തിയെടുക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇ.വി. ശ്രീധരൻ്റെ വിമർശനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സ് ഭയരഹിതമായിരിക്കണം, ശിരസ് സമുന്നതമായി. അതാണ് ജനാധിപത്യം. പേടിയാണ്, അവർക്ക് പറയാൻ പേടിയാണ്. ഈ പറയുന്ന ആളാണ് ഏറ്റവും. ആരെ പേടിക്കാനാണ്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള അവകാശമല്ല ഇവിടെ അടുത്ത പോയിട്ട് ചുമ്മാ അതൊക്കെ പറഞ്ഞ് പരത്തുകയാണ്. അവനവൻ്റെ ഭീരുത്വം മറച്ചു വെക്കാൻ ജനങ്ങളാകെ ഭയപ്പെടുകയാണെന്ന് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ജനാധിപത്യം ഉടനെയൊന്നും പോകാനൊന്നും പാർലമെന്റ് ഡെമോക്രസി ഇവിടെ നിൽക്കും. പിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താ? പാർലമെന്ററി വ്യാമോഹം കാരണമാണ് ജി സുധാകരൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പാർലമെന്ററി വ്യാമോഹം എന്താണെന്ന് ഈ പറഞ്ഞ മാർക്സിസ്റ്റ് നേതാവിന് അറിയാവോ? പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹമല്ല. അതിൻ്റെ പേരല്ല പാർലമെന്ററി വ്യാമോഹം. ഇറ്റ് ഇസ് ആൻ ഐഡിയോളജിക്കൽ ഇഷ്യൂ. എനിക്ക് ഇലക്ഷൻ മത്സരിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അത് വ്യാമോഹമൊന്നുമല്ല, മോഹം മാത്രമാണ്. അത് വ്യാമോഹമല്ല, അതൊരു മോഹം മാത്രമാണ്.
പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിത്തത്താൽ നയിക്കപ്പെടുന്നതും ജന്മിമാരും ബൂർഷാസിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടിനാൽ നയിക്കപ്പെടുന്നതുമായ ഒരു ഭരണകൂടത്തെ അവരൊരു പാർലമെന്റ് നിയമസഭയൊക്കെ ഉണ്ടാക്കും. അതിൽ ഭൂരിപക്ഷം കിട്ടി അത് വെച്ച് അതിനെ മാറ്റാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതാണ് പാർലമെന്ററി വ്യാമോഹം. അതൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂവാണ്. അത് നടക്കില്ല. അടിസ്ഥാന പരിഷ്കാരമൊന്നും വരുത്താൻ പറ്റില്ല. ചെറിയ പരിഷ്കാരമൊക്കെ വരുത്താൻ പറ്റും. അത് നമ്മുടെ സമ്മതിക്കണം. കാരണം ഭൂപരിഷ്കരണമൊക്കെ നടത്തിയല്ലോ. പക്ഷെ ആത്യന്തികമായി ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വരണമെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അത് അംഗീകരിക്കാത്തതാണ് പാർലമെന്ററി വ്യാമോഹം. അതൊരു വലതുപക്ഷ വ്യതിയാനമാണ്, റൈറ്റ് വിങ് ഡീവിയേഷനാണ്. ലെനിൻ മുതൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ തർക്കിച്ചാണ് CPIM രണ്ടായി പിളർന്നത്. പുരുഷ വിഭാഗവുമായി യോജിച്ച് ദേശീയ തലത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി ഗവൺമെന്റ് ഉണ്ടാക്കാം എന്ന് CPI നേതൃത്വം പറയുന്നു. ഒരു വിഭാഗം ഭൂരിപക്ഷം പറയുന്നു. അതിനോട് യോജിക്കുന്നില്ല. പാർലമെന്ററി സമ്പ്രദായം ഉപയോഗിച്ച് വിപ്ലവം നടത്താൻ പറ്റില്ല എന്ന് ന്യൂനപക്ഷം പറയുന്നു. EMS സെറ്റും മറ്റൊരു വഴങ്ങിയില്ല. കാരണം ഭൂരിപക്ഷമല്ലേ. അവരിറങ്ങി കഴിഞ്ഞ് പോകുന്നു 32 പേര്. അങ്ങനെ CPM ഉണ്ടാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.